സംഭവം കാണിച്ചു തരാം. ഇത് ഹുണ്ടായി വണ്ടിയാണ് കേട്ടോ. ഹുണ്ടായി i20 ആണ് വണ്ടി. 2014 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ മെയിനായിട്ട് ഹുണ്ടായി വണ്ടിയിലാണ് കൂടുതൽ കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ AC ഫിൽറ്റർ വരുമല്ലോ, AC ഫിൽറ്റർ വരുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് ഒന്നെങ്കിൽ ഗ്ലോ ബോക്സിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്ത് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഹുണ്ടായി വണ്ടിയുടെ ചില വണ്ടികൾക്ക് ഇങ്ങനെ ഇതിൻ്റെ അകത്തല്ല, ഇതിൻ്റെ താഴെ വരിക, ഗ്ലോ ബോക്സിൻ്റെ താഴെ. അപ്പോൾ ഇതിന് ജസ്റ്റ് AC ഫിൽറ്റർ ഞാൻ അയച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് വരുന്നതാണ് AC ഫിൽറ്റർ വരുന്നത് പറഞ്ഞാൽ ഈ അടിഭാഗത്താണ്. അപ്പോൾ അത് അയച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇതാണ് AC ഫിൽറ്റർ വരുന്നത് കണ്ടാ. ജസ്റ്റ് ഇതിനിവിടെ ഒരു കവർ ഉണ്ടാവും, അതുകൂടാതെ അയച്ചു കഴിഞ്ഞാൽ കണ്ടാ AC ഫിൽറ്റർ രണ്ടെണ്ണം വരും, 2 പീസായിട്ട് വരുന്നത്. ചില വണ്ടികൾക്ക് ഉണ്ടായിട്ട് തന്നെ ചില വണ്ടികൾക്ക് ഒറ്റ പീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത് 2 AC ഫിൽറ്ററാണ് കേട്ടോ. നിങ്ങൾ കണ്ട മിക്ക വണ്ടികളുടെയും AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്ന പോലെ ഇത് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ട ജസ്റ്റ് നെറ്റാണ്. നമ്മുടെ വീടുകളിലൊക്കെ ACയുടെ ഉണ്ടാവില്ല, വീടുകളുടെ AC, ആ ACയുടെ ഫിൽറ്റർ പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. ജസ്റ്റ് ഇതിലേ കാണുമ്പോൾ തന്നെ കണ്ടാ ഇത് കഴുകിയിട്ടിടാം, വാഷ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. 2 പീസായിട്ട് വരുന്നത്. ചില വണ്ടികളിൽ ഉണ്ടായിട്ട് തന്നെ ചില വണ്ടികളുടെ ഒറ്റ പീസായിട്ട് വരുന്നുണ്ട്. i10ലൊക്കെ ഒരു പീസായിട്ട് കണ്ട്. അതുപോലെ ഇയോണ് കണ്ടാ പ്ലാസ്റ്റിക് ടൈപ്പ്, അതിനൊരു നെറ്റ് നമുക്കിപ്പോൾ അപ്പുറത്തെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ടോ വണ്ടിയുടെ. അപ്പോൾ ഇത് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. മറ്റേ എയർ ഫിൽറ്ററൊക്കെ വരുന്ന പോലെ, അതുപോലെ മറ്റേ പേപ്പർ അല്ലെങ്കിൽ അത് തുണി കോട്ടൺ ടൈപ്പ് അല്ല ഇത് വരുന്നത്. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് നെറ്റാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമൊക്കെ കണ്ടാ. അപ്പോൾ ഇതൊരു നല്ലൊരു സെറ്റപ്പാണത്. മറ്റ് കമ്പനി വണ്ടികളുടെയൊക്കെ AC ഫിൽറ്റർ ഇതുപോലെ കഴുകിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് കുതിർന്ന് പിന്നെ ഇടാൻ പറ്റില്ല. ജസ്റ്റ് എയർ അടിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഇടാൻ, ചെറിയ പൊടിയൊക്കെ ആണെങ്കിൽ. ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല. നന്നായിട്ട് നമുക്ക് വേണം ചെറിയ ബ്രഷൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്ത് വെള്ളം ഒഴിച്ച് കഴുകി ഒന്ന് എയർ അടിച്ച് ഉണക്കിയിട്ട് കയറ്റിയിടാം, തിരിച്ച് അതുപോലെ കയറ്റിയിടാം. ഓക്കെ.